നോക്കട്ടെ. എവിടെ ഒളിപ്പിച്ചു വെച്ചു? ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുമില്ലല്ലോ. ഇല്ല. ആ അപ്പ പിന്നെ അവൻ കള്ളനായിരിക്കും. ഇതിപ്പോ എന്താ ചെയ്യ? ആ എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ വാച്ച് പിടിച്ച നീ തള്ളനെന്ന് ഞാൻ കൊല്ലും. അയ്യോ വേണ്ട, എനിക്ക് വേണ്ടി ക്ഷമിക്കണം. ഇത് ആരാ നിന്റെ? എന്റെ ഭാര്യ. നല്ല തല്ലുകൊണ്ട് ശീലമുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കണില്ല. പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ, ഇത് ഞാൻ പ്രശ്നമാക്കും. അയ്യേ, ഇത് മുത്തശ്ശിയാ. അതാ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഐ ആം ക്യാപ്റ്റൻ KG നായർ. ഗോപാലകൃഷ്ണന്റെ പറയടാ. അച്ഛാന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ. അത് പിന്നെ അമ്മയാവില്ലല്ലോ. യു ആർ വെരി ഗുഡ്. മോള് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ. ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. 503 സ്പീക്കിംഗ്. 503 സ്പീക്കിംഗ്. ഓവർ. 007 സ്പീക്കിംഗ്. ഓവർ. ഞാൻ പോന്നോണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. സാറ് പോയ വിവരം കേണൽ സാർ അറിഞ്ഞിട്ടില്ലേ സാർ? ചോടോ, ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില്? 25 ഉള്ളൂ സാർ. ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി? ചപ്പാത്തി ചൂടാൻ തുടങ്ങണുള്ളൂ സാർ. എത്ര എണ്ണം ചുട്ടു? 25 എണ്ണം ചുട്ടു. എടാ, ഒരു 50 എണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ടു തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ. എന്താ എണ്ണം കുറയാൻ കാരണം? സാറേ, ഗ്യാസ് എത്താൻ വൈകി. എടാ, നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ? ഒഴിച്ച് കത്തിച്ചൂടെ? എന്താടാ ഒരു ശബ്ദം? ഈ ശബ്ദല്ലേ? അതൊരു കോഴിയാണ് സാർ. ഇതുവരെ കൊന്നില്ലേ? എന്നെ കൊല്ലാനാ? അയ്യോ, കൊല്ലാൻ കത്തി കിട്ടിയില്ല. എടാ, ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം. എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റുമോ? രക്ഷിക്കണേ സാറേ, കത്തി കിട്ടിട്ടോ? എങ്കി ഉടനെ കാച്ചടാ. എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഇതേതാ ഈ സാധനം? അയ്യോ, ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ. പോരട്ടെ പോരട്ടെ. അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ? ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ? ഞാൻ താഴ്ത്തിക്കിടട്ടെ? വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ട, അതന്നെ. കാര്യങ്ങൾ തുറന്നു പറയാൻ ഇത് തന്നെ പറ്റിയ അവസരം. ഓ ബലിത ബിന്ദുക്കൾ. കാമുകൻ കാമുകിയോട്, കരളെ നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നു കഴിഞ്ഞു. കാമുകി, സാരമില്ല, എന്റെ അച്ഛന് ഫയർഫോഴ്സിലാണ് ജോലി. നല്ല തമാശ. ഞാനെന്ന് ലിഫ്റ്റിൽ വെച്ച് എന്റെ കഥ മുഴുവൻ പറയാന്ന് പറഞ്ഞപ്പോ രാധികയല്ലേ വേണ്ടെന്ന് പറഞ്ഞു. ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. പറയുമ്പോ എല്ലാം തുറന്നു പറഞ്ഞല്ലോ. ആ മനുഷ്യൻ എന്റെ അച്ഛനല്ല. അച്ഛന്ന് വെച്ചാ വകയിലുള്ള ഒരു അച്ഛനാ. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് രാധികയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ട് ആ മനുഷ്യനോട്. പലപ്പോഴും ഇതെല്ലാം രാധികയോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോരോ സംഭവങ്ങള് നമ്മളെ പരസ്പരം അയറ്റിക്കൊണ്ടിരുന്നു. രാധിക നല്ല കുട്ടിയാണ്. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞ പോരെ? അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ട് നിങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ അച്ഛന്റെ പ്രായമുള്ള അങ്ങേരെ തല്ലിയപ്പണ്ടല്ലോ, എന്റെ കാലം അന്ന് തരിച്ചു വന്നതാ ഒറ്റ ചവിട്ട് കൂട്ടാൻ. വൃത്തികെട്ട തള്ള. അതിന്റെ മോന്ത കണ്ടാ മതി, പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല. ജാംബോന്റെ കാലത്തുള്ള മോറിസ് മൈനറിന്റെ മോച്ചായുള്ള ആ തള്ളയൊക്കെ കൊണ്ട് വല്ല എല്ലു പിടിക്കും കൊടുക്കണം. അല്ലെങ്കിൽ വല്ല ചാക്കിലും കെട്ടി അവരെ വല്ലവരുടെ കെട്ടിടം പണിയിനടുത്ത് കൊണ്ടുപോയിട്ട് ഈ കഴുത്ത് ഞെരിച്ച് പിരിച്ച് വായിൽ ഓലപ്പടക്കം വെച്ചിട്ട് ചാക്കിനെ കെട്ടി മുറുക്കി ഈ പൈലക്കടിക്കുമല്ലോ, അതിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഞെക്കി അവരുടെ ചോര പിഴിഞ്ഞെടുത്ത്. എടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടറാ. നിന്നെ എന്തെങ്കിലും എന്റെ കൈ കിട്ടും.